താനൊന്ന് പോയേ. തനിക്കിതല്ലാതെ വേറൊന്നും പറയാനില്ലേ? അയ്യോ എന്തൊരു നാണം. ഓ കിരണേ, ഇത്ര ക്രിഞ്ചാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടോ, ക്രിഞ്ചൊന്നും അല്ല. താൻ വിചാരിക്കുന്ന രീതിയിൽ ഒന്നുമില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചേ. ഓക്കെ. ഹലോ. ആ, നീ എത്തിയോ? ആ, കയറുവാ കയറുവാ, അകത്തേക്ക് കയറുവാ. ഞാനുണ്ട് ഇവിടെ. ശരി, ഓക്കെ. ആ, ഒരാൾ വരുന്നുണ്ട്. ആരാ സർ? അതൊക്കെ പരിചയപ്പെടുത്താം. എ സ്മോൾ സർപ്രൈസ് ഫോർ യു. ഓക്കെ. ഓക്കെ സാർ. അത് നമുക്ക് നോക്കാം. ആണല്ലോ വരുന്നത്. വാ. ഹലോ. നീ പറഞ്ഞത് ശരിയാ. എല്ലാവർക്കും പൂർണിമയോടാ ഇഷ്ടവും ബഹുമാനവും. ഈ നെകളിപ്പൊക്കെ ഇപ്പൊ തീരും. സഞ്ജയും താരും ഒന്ന് ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ആ, ഞാനൊരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആളെത്തിയോ? എത്തി. വേറെ ആരുമല്ല, എന്റെ മോളാ. ഓ, ആഹാ. മോളെ. സർ, വാ, കേറി വാ. ദാ വരുന്നു. ഇപ്പൊ വരാം. ശരി. എനിക്കറിയില്ല. എനിക്ക് വേറൊരാളെ ഇഷ്ടം. പറയുന്നേ. ഐ ലവ് യു കിരൺ. ഇതാണ് എന്റെ ഒരേ ഒരു മകൾ അഞ്ജലി. ഹായ് കിരൺ. ഹായ് അഞ്ജലി. ഹായ് ദുർഗ. നിങ്ങളിവിടെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അല്ല, അഞ്ജലി സാറിന്റെ മോളായിരുന്നോ? അല്ല, നിങ്ങൾ നമ്മൾ നേരത്തെ അറിയോ? അറിയാം. ഞങ്ങള് കോളേജിൽ ഒന്നിച്ചുണ്ടായിരുന്നതാ. ആഹാ. ഡിഗ്രി കഴിഞ്ഞ് കിരണിനെ കാണാതായി. പിന്നെ അച്ഛൻ നാടുകടത്തുകയും ചെയ്തു. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും കണ്ടത്. അല്ലേ കിരൺ? ആ, അതെ. ആഹാ, അപ്പൊ എന്റെ സർപ്രൈസ് അങ്ങ് ചീറ്റിപ്പോയി അല്ലേ? ചെറുതായിട്ട്. അല്ല, നിങ്ങളെന്താ ഇവിടെ? അതെ, ഈ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന അക്ഷിത ദുർഗയുടെ സിസ്റ്ററാ. ഓ, അപ്പൊ ഞാൻ വിചാരിച്ച പോലെ ദുർഗ ഒരു സ്കൂൾ ടീച്ചർ മാത്രമല്ല അല്ലേ? മോളെ, ദുർഗ ശരിക്കും ആരാണെന്നറിഞ്ഞ നീ ഞെട്ടും. ഓ, അത്ര വലിയ ആളാ? സാറ് വെറുതെ കളിയാക്കുന്നത്. എന്തായാലും ഞാൻ ഹാപ്പിയാ. അച്ഛനറിയാവുന്ന ആളാണല്ലോ കിരൺ. ഞാനിന്ന് അപ്പുറത്തേക്ക് ചെല്ലട്ടെ സർ. ചിലപ്പോ അഷിത എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാനും അങ്ങോട്ടൊന്ന് പോയിട്ട്. ഞാനും വരാം. അല്ല, അഞ്ജലി ഇവിടെ നിന്നോ, ഞാനിപ്പോ വരാം. അതെ, മോൾ എന്താ വരാൻ ലേറ്റ് ആയത്? നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. വീടെല്ലാം പൂട്ടിയിട്ടാണല്ലോ വന്നത്. ശരി, മോള് ചെല്ലു.
ദുർഗെ ഏയ്, ഇവിടെ അങ്ങോട്ട്. താനത് പെട്ടെന്ന് അവിടെ പോന്നേ. ഞാൻ ഇവിടെ പോയ കിരൺ എന്താ? ഇതിപ്പോ എന്താ പറ്റിയേ? അപ്പൊ എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ? എന്നിട്ട് എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ മുന്നിൽ നാടകം കളിച്ചത്? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? ആര് നാടകം കളിച്ചെന്നാ പറയുന്നേ? കിരൺ തന്നെ അല്ലതാൻ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അഞ്ജലി ജോർജ് സാറിന്റെ മകളാണെന്ന് കിരൺ അറിയില്ലായിരുന്നോ? ഇല്ല. ഓ, ഹ. ഞാൻ എങ്ങനെ അറിയാൻ ഇതൊക്കെ? വെറുതെ വിശ്വസിക്കാൻ പറ്റുന്ന വല്ല നോണയും പറയ് കിരൺ. എടോ, അല്ല, നിങ്ങളെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതല്ലേ? അപ്പോ അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയാതിരിക്കോ? കോളേജിൽ കൂടെ പഠിക്കുന്ന എല്ലാവരുടെ അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? പോരാത്തതിന് എനിക്കും ആരുമില്ല എന്നുള്ള കോംപ്ലക്സും തലയിൽ വെച്ചാ ഞാനൊന്ന് നടന്നിരുന്നെ. നല്ല ഇൻട്രോട്ടും ആയിരുന്നു ഞാൻ. അതൊക്കെ ആയിരിക്കും. എന്നാലും അഞ്ജലി എല്ലാരെയും പോലെ ഒരു കോളേജ് മേറ്റ് മാത്രം ആയിരുന്നില്ലല്ലോ. അപ്പൊ അവളുടെ വെയർഅബൌട്ട്സ് ഒക്കെ കിരൺ ഉറപ്പായിട്ടും അറിയായിരിക്കും. എന്റെ പൊന്നു ദുർഗെ, ഈ അഞ്ജലിക്ക് എന്നോട് എന്തെങ്കിലും അടുപ്പമുണ്ടെന്ന് കോളേജ് പഠിക്കുമ്പോ എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അങ്ങനെ അറിയായിരുന്നെങ്കിൽ ചിലപ്പോ ഞാനിതൊക്കെ തിരക്കി വെച്ചേനെ. ഓ, അപ്പൊ അന്ന് അവൾക്ക് അടുപ്പമുണ്ടായിരുന്നെന്ന് പറയാത്ത എന്റെ സങ്കടമാണല്ലേ? അപ്പൊ പറഞ്ഞിരുന്നെങ്കിലേ കോളേജ് മുതലേ പ്രേമിച്ചങ്ങ് നടക്കാറുന്നല്ലോ. അന്ന് അവളൊന്നും പറയരുത് നന്നായി. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു കരിയർ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ എളുപ്പമായല്ലോ. ഫാദർ ഇൻ ലോ IG ആയ സ്ഥിതിക്ക് അല്ല ഈ പ്രമോഷനൊക്കെ ഷടപടേന്ന് കിട്ടുമല്ലോ. ഈ കിരൺ ഇതെവിടെ പോയി? ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ. താനൊന്ന് പോയേ. തനിക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? അയ്യോ, എന്തൊരു നാണം. ഓ, കിരണേ, ഇത്ര ക്രിഞ്ചാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എടോ, ക്രിഞ്ചൊന്നും അല്ല. താൻ വിചാരിക്കുന്ന രീതിയിൽ ഒന്നുമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചേ. കിരണിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നോ? ഈ കിരൺ എന്തിനാ ഏത് നേരം ദുർഗയുടെ കൂടെ നടക്കുന്നത്? ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ഈശ്വരനായിട്ടൊരു അവസരം തന്നപ്പോ അത് മിസ് ചെയ്യുന്നു. കിരൺ, ഓ, എന്താ കിരൺ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിങ്ങൾ എന്തിനാ റൂമിൽ വന്നിങ്ങനെ മാറി നിൽക്കുന്നേ? അത് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയത്താണോ നിങ്ങളുടെ ഈ ഡിസ്കഷൻ? അഞ്ജലി, അത് ഞാൻ ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വാ. സോറി ദുർഗ, ഞാൻ കിരണിനെ കൊണ്ടുപോവാ. നിങ്ങളുടെ ഡിസ്കഷനൊക്കെ പിന്നെ ആവാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുകൊണ്ട് ഈശ്വരനായിട്ട് ഉണ്ടാക്കി തന്ന അവസരമാണ്.